നമസ്കാരം. ഇന്ന് ലോക വിഡ്ഢി ദിനം. വിഡ്ഢി ദിനമല്ല, ഇത് ചരിത്ര ദിനം. ചില്ലറക്കാരനല്ല ഏപ്രിൽ 1. ഏപ്രിൽ ഫൂളിന് തുടക്കമിട്ട രാജ്യമെന്ന ബഹുമതി ഫ്രാൻസിന് അവകാശപ്പെട്ടതാണ്. 16-ാം നൂറ്റാണ്ടിൻ്റെ പകുതി വരെ മാർച്ച് 25 യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിലും പുതുവത്സര ദിനമായി ആഘോഷിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി ഏപ്രിൽ 1 വരെ ഫ്രാൻസിൻ്റെ പല പ്രദേശങ്ങളിലും പുതുവത്സര ആഘോഷം നീണ്ടുനിന്നു. എന്നാൽ 1564 മുതൽ ജനുവരി 1 ആയിരിക്കും പുതുവത്സര ദിനമായി ആചരിക്കുകയെന്ന് ഫ്രഞ്ച് രാജാവ് ചാൾസ് 9 പ്രഖ്യാപിച്ചു. പുതിയൊരു കലണ്ടർ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായുള്ള നടപടിയായിരുന്നു ഇത്. എന്നാൽ രാജാവിൻ്റെ പ്രഖ്യാപനം കാര്യമാക്കാതെ ചിലർ വീണ്ടും ഏപ്രിൽ 1 തന്നെ പുതുവത്സരം അടിച്ചുപൊളിച്ചു. ഈ വിഡ്ഢികളെ ഏപ്രിൽ ഫൂളുകൾ എന്ന് മറ്റുള്ളവർ പരിഹസിച്ചു. ഇതാണ് ലോക വിഡ്ഢി ദിനത്തിൻ്റെ തുടക്കമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇത് പിന്നീട് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും പടർന്നു. 17-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം മുതലാണ് വിഡ്ഢി ദിനം ബ്രിട്ടനിൽ ആഘോഷിച്ചു തുടങ്ങിയത്. ഏപ്രിൽ ഫൂൾ ആകുന്നയാളിനെ ഫ്രാൻസിൽ ഏപ്രിൽ മത്സ്യമെന്നും സ്കോട്ട്ലാൻഡിൽ ഏപ്രിൽ കുയിലെന്നും വിളിക്കുന്നു. വിഡ്ഢി ദിനമല്ല, ഇത് ചരിത്ര ദിനം. എന്നാൽ ഏപ്രിൽ 1 വെറും വിഡ്ഢി ദിനമായി തള്ളാൻ വരട്ടെ. ചരിത്രം കുറിച്ച പല സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ച ദിനമാണ് ഏപ്രിൽ 1 എന്ന കാര്യം വിസ്മരിക്കരുത്. പല മഹാന്മാരുടെയും ജന്മദിനമാണ് ഏപ്രിൽ 1. ഫ്രഞ്ച് നാടകാചാര്യൻ എഡ്മണ്ട് റോസ്റ്റാൻഡ്, പ്രശസ്ത വൈദ്യശാസ്ത്രജ്ഞൻ വില്യം ഹാർവി, ആധുനിക ജർമ്മനിയുടെ പിതാവും നയതന്ത്രജ്ഞനുമായ ഓട്ടോ വാൻ ബിസ്മാർക്ക്, ഗ്രന്ഥകാരൻ എഡ്ഗാർ വാലസ് തുടങ്ങിയവർ ഏപ്രിലിലെ ആദ്യ ദിനം ജനിച്ചവരാണ്. പല പ്രസ്ഥാനങ്ങൾക്കും ഏപ്രിൽ 1 ആരംഭം കുറിച്ചിട്ടുണ്ട്. ബ്രിട്ടന്റെ റോയൽ എയർഫോഴ്സിന് തുടക്കമിട്ടത് 1918 വിഡ്ഢി ദിനത്തിലാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ജനിച്ചത് 1935 വിഡ്ഢി ദിനത്തിലാണെങ്കിൽ ജപ്പാനിൽ മിത്സുബിഷി ബാങ്കും ബാങ്ക് ഓഫ് ടോക്കിയോയും ഒന്നായി ലോകത്തിലെ ഏറ്റവും വലിയ ബാങ്കായി മാറിയത് 1996 ഏപ്രിൽ 1. ജർമ്മൻ ഏകാധിപതി അഡോൾഫ് ഹിറ്റ്ലറെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി മ്യൂണിക് കോടതി ജയിലിലേക്ക് അയച്ചതും ഒരു വിഡ്ഢി ദിനത്തിലാണ്. ഇന്ത്യയെ സംബന്ധിച്ചും ഏപ്രിൽ 1 വിശേഷ ദിനം തന്നെ. ആദായ നികുതി ആദ്യമായി ഏർപ്പെടുത്തിയത്, പോസ്റ്റൽ സേവിങ്സ് ബാങ്ക് സമ്പ്രദായം നിലവിൽ വന്നത്, ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ആദ്യ യൂണിറ്റ് സ്ഥാപിച്ചത്, ബർമയെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്ന് വേർതിരിച്ചത്, കമ്പനി നിയമം നിലവിൽ വന്നത്, മെട്രിക് നാണ്യവ്യവസ്ഥ ഏർപ്പെടുത്തിയത്, ആദ്യത്തെ അണുശക്തി കേന്ദ്രമായ താരാപൂർ പ്രവർത്തനയോഗ്യമായത്, ടെലിവിഷൻ സേവനം ആകാശവാണിയിൽ നിന്ന് വേർപെടുത്തിയത് എല്ലാം ഏപ്രിൽ 1 തന്നെ. നമ്മുടെ കൊച്ചു കേരളത്തെ സംബന്ധിച്ചും പ്രാധാന്യമേറിയ ദിനമാണ് ഏപ്രിൽ 1. KSRTCയും വാട്ടർ അതോറിറ്റിയും ഇന്നത്തെ രൂപത്തിലായത് വിഡ്ഢി ദിനങ്ങളിലാണ്. യഥാക്രമം 1965 1984. പിന്നെയുമുണ്ട് പ്രത്യേകത. തിരുവിതാംകൂർ റേഡിയോ നിലയം ഓൾ ഇന്ത്യ റേഡിയോ ഏറ്റെടുത്തത്, എറണാകുളം ജില്ല ജന്മമെടുത്തത്, തിരുവിതാംകൂർ അഞ്ചൽ വകുപ്പിനെ അഖിലേന്ത്യാ പോസ്റ്റൽ വകുപ്പുമായി ലയിപ്പിച്ചത്, ഇവയെല്ലാം ഏപ്രിൽ 1 നടന്ന മഹത് സംഭവങ്ങളായിരുന്നു. കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടും ഏപ്രിൽ 1 പ്രാധാന്യമർഹിക്കുന്നു. ആദ്യമായി ഒരു ദിനപത്രം പ്രതിദിന കാലാവസ്ഥാ സൂചിക പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത് 1875 ഏപ്രിൽ 1 ദ ടൈംസ് ഓഫ് ലണ്ടനാണ് ആ ബഹുമതി. അതുപോലെ ടൈറോസ് 1 എന്ന കാലാവസ്ഥാ പഠന ഉപഗ്രഹം US-ൽ നിന്ന് വിക്ഷേപിക്കപ്പെട്ടതും ഏപ്രിൽ 1 1960. ഏപ്രിൽ 1 പല യുദ്ധങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിനായുള്ള ഡച്ച് യുദ്ധം ആരംഭിച്ചത് 1572 ഏപ്രിൽ 1. ഇനിയെങ്കിലും വിഡ്ഢി ദിനമെന്ന് ഏപ്രിൽ 1 വിളിക്കുന്നത് ഒന്ന് സൂക്ഷിച്ചു വേണം.